കളമശ്ശേരി മണ്ഡലത്തിലെ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിച്ച കാർഷികോൽപ്പന്നങ്ങൾ ഇനി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ വിപണിയിലേക്ക് എത്തുകയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഇവ നാടെങ്ങുമുള്ള ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. കാർഷിക വിളകൾക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും വിപണി ചാഞ്ചാട്ടം ബാധിക്കാതെ മികച്ച വില ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പദ്ധതിയുടെ അമരക്കാരനായ മന്ത്രി പി രാജീവ് പറഞ്ഞു. കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ 17 സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കാർഷിക ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് അരി, പച്ചക്കറി തുടങ്ങിയ കാർഷിക വിളകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മാഞ്ഞാലി സഹകരണ സംഘത്തിന്റെ കൂവ, കുന്നുകര സഹകരണ സംഘത്തിന്റെ ഏത്തക്കായ, കപ്പ എന്നിവയും, വെളിയത്തുനാട് സഹകരണ സംഘത്തിന്റെ കൂൺ ഉൽപ്പന്നങ്ങളും, ആലങ്ങാട് സഹകരണ സംഘത്തിന്റെ ശർക്കര, കുന്നുകര സഹകരണ സംഘത്തിന്റെ കപ്പ, ഏത്തക്കായ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഇപ്പോൾ നേരിട്ട് വിപണിയിലെത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ഫ്ലിപ്കാർട്ട് വഴിയും ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്താൻ തയ്യാറെടുക്കുന്നത്. വൈകാതെ ഫ്ലിപ്കാർട്ടുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിപണനം ശക്തിപ്പെടുത്തുക. അതിനിപ്പോൾ ആദ്യഘട്ടമായിട്ടാണ് ഫ്ലിപ്കാർട്ടുമായിട്ട് ഇപ്പോൾ ഒരു ധാരണ വച്ചിരിക്കുന്നത്. അവർ ഈ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൻ്റെ സേവനം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വയ്ക്കുമ്പോൾ അത് എല്ലാവരിലേക്ക് എത്താൻ കഴിയാവുന്ന രൂപത്തിൽ, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അതിനകത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ പെട്ടെന്നൊരു വിസിബിലിറ്റി കിട്ടിയെന്ന് വരില്ല. അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു പിന്തുണ നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കർഷകർക്ക് ഇത് വലിയ നേട്ടമാകുമെന്നാണ് പ്രതീക്ഷ. ഉൽപ്പന്നങ്ങൾക്ക് വ്യാപകമായ വിപണി ലഭിക്കുമെന്ന് ഫ്ലിപ്കാർട്ട് ചൂണ്ടിക്കാട്ടി. ചിപ്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉൽപ്പാദകരിൽ നിന്ന് വാങ്ങുന്നത് കൂടാതെ കർഷകരിൽ നിന്ന് കപ്പയും സംഭരിക്കും. സഹകരണ സംഘങ്ങളുടെ സ്വന്തം ബ്രാൻഡിലാണ് ഇവയെല്ലാം വിൽപ്പനയ്ക്കെത്തിക്കുക. വിപണി വിലയേക്കാൾ ഉയർന്ന വില നൽകിയാവും ഫ്ലിപ്കാർട്ട് വാങ്ങുകയെന്നും കമ്പനി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്,